അപ്പോൾ നമ്മൾ മാങ്ങ ഇഞ്ചി കിളക്കാൻ പോവുകയാണ്. ഇവിടെ ഒരുപാട് മാങ്ങ ഇഞ്ചി നട്ടിട്ടുണ്ട്. സാധാരണ ഇഞ്ചി അല്ല കേട്ടോ, മാങ്ങ ഇഞ്ചി എന്ന് പറഞ്ഞാൽ നല്ല മാങ്ങയുടെ ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് അച്ചാറൊക്കെ ഉണ്ടാക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ മാത്രമല്ല കേട്ടോ, നമുക്ക് ഇതിനെ കൊണ്ട് ചമ്മന്തി അരയ്ക്കാം. അതായത് മാങ്ങയ്ക്ക് പകരം മാങ്ങ ഇഞ്ചി ചേർത്ത് നമുക്ക് ചമ്മന്തി അരയ്ക്കാം. അതുകൂടാതെ നമ്മളിത് ഒഴിച്ചു കറി ഉണ്ടാക്കാനും എടുക്കാറുണ്ട് കേട്ടോ. ആഹാ, നല്ല മാങ്ങയുടെ മണം കേട്ടോ. നമ്മളിത് അച്ചാറാക്കിയാൽ മാങ്ങയാണോ അതോ ഇത് മാങ്ങ ഇഞ്ചിയാണോ എന്താണെന്ന് ആർക്കും മനസ്സിലാവില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇത് അച്ചാറുണ്ടാക്കിയാൽ. ഒരുപാടുണ്ട്, നല്ലോണം കീയും കേട്ടോ. നമ്മൾ ഇഞ്ചി നട്ട പോലെയൊന്നുമില്ല, ഒരുപാട് കീയും ഇത്. എല്ലാ വീട്ടിലും ഇതിപ്പോൾ കൃഷി ചെയ്യുന്നുണ്ട്, എല്ലാ വീട്ടിലും ഉണ്ട് ഇത്. എന്നോട് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ വിത്ത് എവിടുന്നാണ് കിട്ടിയതെന്ന്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ വിത്ത് കിട്ടിയത് ഒരു കൃഷി ഗ്രൂപ്പുണ്ട് എനിക്ക്, അവരെനിക്ക് അയച്ചു തന്നതാട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഇത്രയൊന്നും സ്ഥലം ഇല്ലെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്കിത് വേണമെങ്കിൽ ഗ്രോ ബാഗിൽ നട്ടു കൊടുക്കാം, അല്ലെങ്കിൽ ചട്ടിയിലോ അങ്ങനെ ഏതിൽ വേണമെങ്കിലും നമുക്കിത് നട്ടു കൊടുക്കാം. പിന്നെ ഇതിനധികം വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, നല്ലോണം ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഇതിനെ നല്ല വൃത്തിയിൽ കഴുകിയെടുക്കണം. ഇത് കഴുകിയെടുത്തിട്ട് ഇഞ്ചി തോല് കളിയില്ലേ, അതുപോലെ ഇഞ്ചി തോല് കളയും പോലെ തോല് കളഞ്ഞ് നല്ല അടിപൊളിയായിട്ടുള്ള അച്ചാറുണ്ടാക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ തോലൊക്കെ കളഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ കിളച്ചതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ അച്ചാറാക്കാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ തോല് കളഞ്ഞതിന് ശേഷം നമുക്ക് പൊടിപൊടിയായി ഇത് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതുപോലെ പൊടിപൊടിയായി അരിഞ്ഞെടുക്കുക. നമുക്ക് വീട്ടിൽ ചോപ്പർ ഉണ്ടാവില്ലേ, ചോപ്പറിൽ വെച്ചാൽ കട്ട് ചെയ്താലും ഇതുപോലെ തന്നെ നല്ല പൊടിപൊടിയായി കിട്ടും. അപ്പോൾ നമുക്കിനി ഒന്ന് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് ഒരു അടി കട്ടിയുള്ള ഇതുപോലെയുള്ളൊരു പാത്രം എടുക്കുക. പാത്രം ചൂടാകുമ്പോൾ ഇതിലേക്ക് നല്ലെണ്ണ, ഒരു 8 ടേബിൾ സ്പൂൺ നല്ലെണ്ണയെങ്കിലും ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട്, നമ്മുടെ ആവശ്യത്തിന് എത്രയാണോ അതിനനുസരിച്ചിട്ട് നല്ലെണ്ണ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കടുക് ഏതാണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുത്ത്, കടുക് നല്ല പോലെ പൊട്ടുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽമുളക്, ഒരു 4-5 വറ്റൽമുളക് മുറിച്ചത്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇത് നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് ഇത് നല്ലപോലെ മൂപ്പിക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ഒരു 5-6 പച്ചമുളക് ചെറുതായി മുറിച്ചതാണ്, അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് നല്ലപോലെ വഴഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ പൊടിയായി അരിഞ്ഞു വെച്ച മാങ്ങ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാങ്ങ ഇഞ്ചിയും കൂടെ ചേർത്ത് കുറച്ച് സമയം ഒന്നിങ്ങനെ ഇളക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ചേർക്കേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഏതാണ്ട് 1 കപ്പ് വെളുത്തുള്ളി. നമ്മൾ ഈ മാങ്ങ ഇഞ്ചി അച്ചാറിന് എത്ര വെളുത്തുള്ളി ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ ഇതിലേക്ക് ഏതാണ്ട് 1 കപ്പ് വെളുത്തുള്ളി എടുത്തു, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത്, കൂടെ തന്നെ ഉപ്പ് ഏതാണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റണം. ഏതാണ്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വഴറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത് അടിയിലൊക്കെ പിടിക്കുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് നമ്മളെ ആവശ്യത്തിനനുസരിച്ചിട്ട് നല്ലെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 10 മിനിറ്റ് സമയം തന്നെ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി ഏതാണ്ട് കണ്ടില്ലേ ഈ ഒരു കളറിലാക്കി എടുക്കണം കേട്ടോ. ഇപ്പം തന്നെ ഇത് നല്ല ഒരു വെന്ത് നല്ല ഒരു സോഫ്റ്റായി വന്നിട്ടുണ്ടാകും ഈ ഒരു ടൈം ആകുമ്പോൾ. ആ സമയം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. ഒരു മുളക് പൊടി ഒരു 5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത്
ആ മുളക് പൊടിയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കണം. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി ഇത് ചൂട് തണിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്കൊന്ന് വിനാഗിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏതാണ്ടൊന്ന് ചൂട് തണിഞ്ഞു. അപ്പോൾ നമുക്ക് വിനാഗിരി ചേർക്കുന്നതിന് മുന്നേ നമുക്കിതൊരു പാത്രത്തിലേക്ക്, ഒരു കുപ്പിയുടെ കോപ്പയിലേക്കോ ഇത് കുപ്പിയിലേക്കോ ഏതിലേക്കും ഒന്ന് മാറ്റി കൊടുത്തിട്ട് വേണം നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാൻ ഇതിൽ ഏതാണ്ട് ഒരു അരക്കപ്പോളം വിനാഗിരി വരും കേട്ടോ. അപ്പോൾ അരക്കപ്പ് വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതിനെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. നമുക്ക് ഈ ഒരു പാകത്തിനുള്ള വെള്ളം, കുറച്ചും കൂടെ വെള്ളം വേണം. വിനാഗിരി ഒഴിച്ചിട്ടും കുറച്ചും കൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം തണിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ മാങ്ങ ഇഞ്ചി അച്ചാർ റെഡിയായി കേട്ടോ. അപ്പോൾ നമ്മുടെ മാങ്ങ ഇഞ്ചി അച്ചാർ റെഡിയായി. കൃഷി ചെയ്യുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, അവരുടെയൊക്കെ കയ്യിലൊക്കെ ഇഷ്ടംപോലെ മാങ്ങ ഇഞ്ചി കാണും. അങ്ങനെയുള്ളവർ, മാങ്ങ ഇഞ്ചി ഉള്ളവരാണെങ്കിൽ ഈ രീതിയിലൊന്ന് അച്ചാറിട്ട് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാക്കി, ഏതാണ്ട് മാങ്ങയുടെ അതേ ടേസ്റ്റ് ആയിരിക്കും. മാങ്ങയുടെ അതേ ടേസ്റ്റിലുള്ള ഒരു അച്ചാറാണിത്.